നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പണ്ടൊക്കെ തേക്കിൻ്റെ ഇല പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് പറക്കിയിട്ട് ചോറ് വെച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറേ മക്കളുണ്ടാവും. കുട്ടികൾക്കൊരു ഹോബിയാണ്. അപ്പോൾ 7-8 മക്കൾ, 10-12 മക്കളൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ 12 മക്കളുള്ളവരും 10 മക്കളുള്ളവരും. ഞങ്ങളുടെ വീട്ടിൽ 7 മക്കളാണ്. അപ്പോൾ 5 പെണ്ണും 2 ആണും. അപ്പോൾ ടൈം പാസ് സ്കൂള് 2 മാസമൊക്കെ വെക്കേഷൻ ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ശനി ഞായർ അല്ലെ വെള്ളി ഞായറൊക്കെ ഉള്ള ദിവസം പോയിട്ട് പാടത്തും പറമ്പിലും തോർത്ത് കെട്ടി മീൻ പിടിക്കാനും, പിന്നെ മഴക്കാലത്താണ് ചിലപ്പോൾ ആ വർഷം ഈ സമയത്താണ് തോന്നണത്. ആ വർഷം അല്ലെങ്കിൽ ജൂൺ തൊട്ടിട്ട് സെപ്റ്റംബറുള്ള മഴക്കാലത്തായിരിക്കും. അപ്പോൾ ഈ സമയത്ത് തേക്കിൻ്റെ ഇലയൊക്കെ ഇപ്പോൾ നല്ല കൊഴിയുന്ന സമയമാണ്. അപ്പോൾ ഇതിപ്പോൾ ആ വർഷ സമയമല്ലേ, ആ വർഷമായിരിക്കും. അപ്പോൾ നല്ല പാടത്തും റോട്ടിലൊക്കെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് പറക്കിയിട്ട് കൊടന്നു കൊടുക്കും. അപ്പോൾ വീട്ടുകാർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വേനൽക്കാലത്ത് 3 കല്ലിട്ട് ചോറ് വയ്ക്കും. അല്ലെ അടുക്കള ഇല്ലായിട്ടല്ല. അപ്പോൾ എല്ലാവരും പുറത്ത് 3 കല്ലിട്ടിട്ട് ചോറ് വയ്ക്കും. അപ്പോൾ ഈ ഇല പറക്കിയിട്ട് കൊണ്ടുപോകും. ആ ഭാഗത്തൊക്കെ തേക്കുണ്ടാകുമ്പോൾ കുട്ടികൾക്കൊരു നേരം പോക്കാണ്. കളിക്കാൻ എല്ലാവരും കൂടി തേക്കിൻ്റെ ഇല പറക്കിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് ചിലവർ ചോറ് വയ്ക്കും. അമ്മമാരെന്നല്ല, നമ്മൾ തന്നെ കത്തിക്കുക. രാവിലെ തൊട്ട് കത്തിക്കുക, ഉച്ച ആകുമ്പോഴേക്കും ചോറാകും. അമ്മമാർക്ക് വേറെ പണി ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ ഓർമ്മ വരികയാണ് ഈ സമയത്ത്. ഇപ്പോൾ അത് കുറേ നേരമായി, 5 മിനിറ്റോളമായി. തേക്കിൻ്റെ ഇല ടെറസിൻ്റെ മേലെ അപ്പുറത്ത് 5-6-7 തേക്കുണ്ട്. അപ്പോൾ ഇല വീണിട്ട് ടെറസുമ്മ ഇല കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ താഴ്ത്തിട്ട് കത്തിക്കണ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേയാണ് ശേഷമാണ് ഇപ്പോൾ ഓർമ്മ വന്നത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുവിധം കത്തി കഴിഞ്ഞു. അപ്പോൾ അത് പറയാനായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഇതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഏകദേശമൊക്കെ കത്തി കഴിഞ്ഞതാണ്, കുറേ ഉണ്ടായിരുന്നല്ല. അപ്പോൾ കത്തി അവസാനിച്ചു. ഇവിടെ വെള്ളം കൊടന്ന് വെച്ച് തീ പിടിക്കി വെച്ചിട്ട് വെള്ളം കൊടന്ന് വെച്ചിട്ട്, പക്ഷേ തീയൊന്നും പിടിച്ചില്ല. ഇതാ ലാസ്റ്റായി ഇല, തേക്കിൻ്റെ ഇല. തേക്കിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിൻ്റെ ചാരാണിത്. ഇത്രയും ചാരുണ്ട് ഇവിടെ. പിന്നെ ഇപ്പുറത്തൊരു പ്ലാവുണ്ട്, അതിൻ്റെ ഇലയുണ്ട്. പ്ലാവിൻ്റെ ഇലയാണ് കാണുന്നത്. ഇതാ തേക്കിൻ്റെ ഇല. അപ്പോൾ നമ്മളാ തീ ഇവിടെ അവസാനിച്ചു. എന്താ അപ്പോൾ നമ്മൾ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആരും ഇല്ലല്ലോ. അപ്പോൾ 5 സെൻറ്റ് 2 സെൻറ്റിൽ മരമില്ലുള്ള മരമൊക്കെ മുറിച്ച് ഏസിയാണ് എല്ലാവരും. അപ്പോൾ ഇവിടുത്തെ 7 തേക്ക് 7 ലക്ഷത്തിന് അതിൻ്റെ ഓണർ പറയുന്നുണ്ട്. പക്ഷേ പൈസ കിട്ടിയാൽ അവർ വിൽക്കും. അപ്പോൾ അതിൻ്റെ ചാരം ചിലപ്പോൾ അത് ലാസ്റ്റായിരിക്കും ചാരം തോന്നണം. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാ. തേക്ക് നിൽക്കുന്നുണ്ടാ, മാങ്ങ കൊടുക്കുന്നുണ്ട്. സംസാരിക്കാൻ പാടില്ല, പക്ഷെ അത് പെട്ടെന്ന് ഇനി ഈ സമയത്ത് തീ ഇട്ടിട്ടില്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ ഉപദ്രവവും. ഇത് നേരെ പോകാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അതാ തേക്ക് മരങ്ങൾ. ഇവിടെ എന്താ പ്ലാവ് ഇതാ. അപ്പോൾ ഇതാ തേക്ക്, ഒരു തേക്ക് ഇതാ, 2 തേക്ക് ഇതാ, 3 തേക്ക് ഇതാ, അപ്പുറത്ത് 4 തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചു തരാം. ഇതാ 5 തേക്ക്, അപ്പുറത്ത് 6 തേക്ക്. വീഴാൻ പോയി. ഇത് 7 തേക്ക്. 7 തേക്ക്, 7-8 തേക്കുണ്ട്. 7 ലക്ഷം കിട്ടാമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇല ഇപ്പോൾ കൊഴിയുന്ന സമയമാണ്. പ്ലാവുണ്ട് തേക്കുണ്ട്. അപ്പോൾ അത് കത്തിച്ചതാണ്. അപ്പുറത്തതാ സൂര്യൻ. അപ്പോൾ 4 മണിയുടെ ബാങ്ക് 3:30 ആയിട്ടുണ്ടാവും. സൂര്യൻ സാക്ഷി, ആദ്യത്തെ സാക്ഷി. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഇവിടെ ഒരു കിളിയുടെ കിളി സംസാരിക്കും. കിളി നേരത്തെ ഒരു കിളി നല്ല ഭംഗിയുള്ള പുള്ളിയുള്ള കിളി വന്നിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കിളിൻ്റെ സംസാരം കേൾക്കാൻ തോന്നുന്നു. എല്ലാവർക്കും വീഡിയോ ഇവിടെ നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ.